അയൽ സംസ്ഥാനമായ ബംഗ്ലാദേശിൽ അരക്കൻ ആർമി വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ബംഗ്ലാദേശിന്റെ അതിർത്തികളെല്ലാം അരക്കൻ ആർമി പിടിച്ചെടുത്തു എന്ന വാർത്തകൾ നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് മ്യാൻമർ എന്ന് പറയുന്ന രാജ്യത്തെ രണ്ടായി പിളർക്കാൻ ഒരുങ്ങുകയാണ് അരക്കൻ സൈന്യം എന്നാണ് മനസ്സിലാകുന്നത്. മ്യാൻമറിൽ അവർ ഒരു പുതിയ രാജ്യം രൂപീകരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. യുണൈറ്റഡ് ലീഗ് ഓഫ് അരക്കൻ എന്ന് പറയുന്ന അവരുടെ പാർട്ടി, അവരുടെ സൈനിക വിഭാഗമാണ് അരക്കൻ സൈന്യം എന്ന് പറയുന്നത്. ഈ അരക്കൻ ആർമി ഒരു സ്വതന്ത്ര രാജ്യത്തിനായുള്ള ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. യൂണിയൻ സംസ്ഥാനമായിട്ടുള്ള റഖൈനിലെ 18 നഗരങ്ങളാണ് റഖൈനിലുള്ളത്. ഈ 18 നഗരങ്ങളിൽ 15 അരക്കൻ ആർമി അവരുടെ കൈകളിലാക്കി കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നു. പോരാത്തതിന് ഈ 15 ഇനി പിടിക്കാൻ, ഈ 18 ഇനി പിടിക്കാനുള്ളത് വെറും 3 നഗരങ്ങൾ മാത്രമാണ്. ഈ 3 സുപ്രധാനമായിട്ടുള്ള നഗരങ്ങൾ അരക്കൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ 3 നഗരങ്ങളിൽ 2 തുറമുഖങ്ങൾ, അതിൽ ഒന്ന് ഇന്ത്യക്കും മറ്റൊന്ന് ചൈനയ്ക്കുമാണുള്ളത്. ഇന്ത്യക്ക് അവിടെയുള്ള സിറ്റുവേ തുറമുഖം, കലാഡൻ പ്രോജക്റ്റിന്റെ ഭാഗമായി ഇന്ത്യയാണ് സിറ്റുവേ തുറമുഖം വികസിപ്പിക്കാനുള്ള വലിയ രീതിയിലുള്ള പദ്ധതികൾ അവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ സിറ്റുവേ തുറമുഖമുള്ള ഈ നഗരം പിടിക്കുക എന്നുള്ളത് അരക്കൻ ആർമിക്ക് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം സിറ്റുവേ തുറമുഖത്തിന് സംരക്ഷണം നൽകാൻ അരക്കൻ ആർമി തീരുമാനിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഇന്ത്യ ആ തുറമുഖത്തിൽ പട്ടക്കരാറിന് ഇന്ത്യ അവിടെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നത് അരക്കൻ ആർമി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ചൈനയുടെ ക്യോക്ഫ്യൂ തുറമുഖം എന്ന് പറയുന്ന ഒരു തുറമുഖമാണ് അവിടെ ഉള്ളത്. ആ തുറമുഖവും അടങ്ങുന്ന ആ നഗരവും അരക്കൻ ആർമി പിടിച്ചു കഴിഞ്ഞാൽ 18 നഗരം അടങ്ങുന്ന ഈ റഖൈൻ എന്ന് പറയുന്ന യൂണിയൻ ഒരു സ്വതന്ത്ര രാജ്യമായി കൊണ്ടുവരാനാണ് അരക്കൻ ആർമിയുടെ നിലവിലെ തീരുമാനം. നിലവിൽ സെയിന്റ് മാർട്ടിൻ ദ്വീപ് ഇന്ത്യക്ക് ലീസിനായി തരാമെന്ന് അരക്കൻ ആർമി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഏക ആവശ്യമെന്ന് പറയുന്നത് തങ്ങൾ ഈ രാജ്യത്ത്, അതായത് മ്യാൻമറിനെ വിഭജിച്ച് രണ്ടാക്കുന്ന തങ്ങളുടെ ഒരു രാജ്യം രൂപീകരിക്കുന്ന ആ രാജ്യത്തെ ഇന്ത്യ അംഗീകരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യ ഈ കാര്യത്തിൽ യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. 2024 അവസാന ദിവസമാണ് വിമതരായിട്ടുള്ള അരക്കൻ സൈന്യം ഗ്വാ നഗരം പിടിച്ചെടുത്തത്. പോരാത്തതിന് വെസ്റ്റേൺ ആർമിയുടെ റീജിയണൽ കമാൻഡിന്റെ ആസ്ഥാനമായതിനാൽ ഈ നഗരത്തിന് തന്ത്രപ്രധാനമായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്നുള്ളത് വേറൊരു വിഷയമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് മൗണ്ടോ നഗരം പിടിച്ചെടുത്തിരുന്നു. ഇതോടൊപ്പം ബംഗ്ലാദേശിനോട് ചേർന്നുള്ള അതിർത്തികൾ പൂർണ്ണമായും അരക്കൻ സൈന്യം കീഴടക്കിയിരിക്കുന്നു. 1971 ശേഷം അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ രാജ്യം ബംഗ്ലാദേശ് കൂടെ ചേർത്തുകൊണ്ട് അരക്കൻ ആർമി രൂപീകരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ മ്യാൻമറും ബംഗ്ലാദേശും രണ്ടും വിഭജിച്ച്, അതായത് പല കഷ്ണങ്ങളായി വിഭജിച്ച് അരക്കൻ ആർമിയോട് ഒരു പുതിയ രാജ്യം തന്നെ സൃഷ്ടിച്ചെടുത്തേക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.